ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കരിക്ക് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷേക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പാല് നല്ലതുപോലെ തിളപ്പിച്ചിട്ട് ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ പാല് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടൊന്ന് കട്ടയാക്കി എടുക്കാം. ഫ്രീസറിലോട്ട് വെച്ചിട്ട് കട്ടയാക്കി എടുക്കാം. അപ്പോൾ പാല് കട്ടയായതിന് ശേഷം നമുക്ക് കരിക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കരിക്ക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ വെള്ളം നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കരിക്കിൻ്റെ വെള്ളം ഒരു ബൗളിലേക്ക് ഒഴിച്ചു. അതിലേക്ക് തന്നെ അതിൻ്റെ ഉള്ളിലുള്ള കാമ്പ് കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കാമ്പ് കുറച്ച് കുറവായി തോന്നിയുകൊണ്ട് ഞാൻ മറ്റൊരു കരിക്കിൻ്റെ കാമ്പ് കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കരിക്കിൻ്റെ വെള്ളവും 2 കരിക്കിൻ്റെ കാമ്പും കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ക്രീമിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ആ കാമ്പല്ലാതെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷം ബാക്കിയുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ എല്ലാം ഒന്നിച്ചിട്ടിട്ട് അടിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് കട്ടയാക്കി വെച്ചിട്ടുള്ള പാലും 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂണോളം ഏലക്കായ പൊടിച്ചത്, 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം, ഞാനിവിടെ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. നല്ലപോലെ ക്രീമി ആക്കി അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളം കൂടുതലായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ആദ്യം അതിൻ്റെ കാമ്പ് മാത്രം അരച്ച് പിന്നീട് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ട് അടിച്ചെടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ എല്ലാം ചേർത്ത് നല്ല ക്രീമിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. അപ്പോൾ നല്ല ക്രീമി ആയിട്ടാണ് ഇരിക്കുന്നത്, കണ്ടില്ല? നല്ല അത്യാവശ്യം കട്ടിയുണ്ട്. ഇനിയിപ്പോൾ ഇത്രയും കട്ടി നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ അല്പം പാല് കൂടി ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി. ഇനി ഇതിന് മുകളിൽ ഞാൻ കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഐസ്ക്രീമൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ 1 സ്കൂപ്പ് ഐസ്ക്രീം കൂടി നമുക്ക് ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കഴിക്കാൻ ഒന്നുകൂടി ടേസ്റ്റിയാണ്. ഞാനിപ്പോൾ ഐസ്ക്രീം ചേർത്തിട്ടില്ല, ഇതിന് പകരം കുറച്ച് ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് അതിന് ഭംഗി കൂട്ടാനും അതുപോലെ നമുക്കത് കഴിക്കുമ്പോൾ ഒന്നിങ്ങനെ കടിക്കാൻ കിട്ടാനുമായിട്ട് കുറച്ച് ബദാം ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ, ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ. ബദാം തന്നെ ചേർക്കണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെറി അല്ലെങ്കിൽ ഡേറ്റ്സ് അല്ലെങ്കിൽ കാഷ്നട്ട് എന്ത് വേണമെങ്കിലും നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.